നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ ഓവർകം ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന 12 ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ കിവൺബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇടവിട്ടിട്ടുള്ള ഉപവാസം, അതായത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഫാസ്റ്റിംഗ് പീരീഡ് ഉണ്ടാവും. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചാൽ ഏറ്റവും ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റിൻ്റെ മെക്കാനിസമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇപ്പോൾ ഒരു ഉദാഹരണം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ രാത്രിയിലത്തെ ഭക്ഷണം ഒരു 6:30-7 മണിക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 14 മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കുന്ന ആ ഒരു പ്രവണത അല്ലെങ്കിൽ ആ ഒരു പരിപാടി, ആ ഒരു ടൈപ്പ് ഓഫ് ഫീഡിങ്ങിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയാം. ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ കലോറിയുള്ള ഭക്ഷണവും കഴിക്കാൻ പാടില്ല. അതായത് ഈ ഒരു 6:30-7 മണിക്ക് നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നോർമൽ വാട്ടർ കുടിക്കാം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മധുരമില്ലാത്ത ചായയോ കാപ്പിയോ ഗ്രീൻ ടീയോ ഒക്കെ ആവാം. ഇത്രയും വരെയൊക്കെ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഒരു എനർജിയുള്ള ഒരു ഫുഡും കഴിച്ചിടും. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റാണ് നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ അലൗഡ് അല്ല. ഇനി നമ്മൾ കഴിക്കാൻ അനുവദനീയമായിട്ടുള്ള ആ ഒരു പീരീഡ്, അതായത് ഇപ്പം നിങ്ങൾ 8 മണിക്കൂറാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന പീരീഡ് എന്നും 16 മണിക്കൂറാണ് നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ആ 8 മണിക്കൂറിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ക്വാളിറ്റിയുള്ള നമ്മളെ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് എന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നിന്ന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഡയബറ്റീസ്, കൊളസ്ട്രോൾ ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 ദിവസം മാത്രമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ അടുപ്പിച്ചല്ലാത്ത 2 ദിവസങ്ങൾ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം. ഇനി ചില ആൾക്കാർക്ക് 1.5 ദിവസങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ടാവും, അതും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഹെൽത്ത് വൈസ്, നമ്മുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഹെൽത്ത് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട്, ഇപ്പോൾ പ്രമേഹ രോഗികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ച ശേഷം മാത്രം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലേക്ക് പോകുക. അപ്പോൾ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെ ഉള്ളിലും DNA-യും ജീൻസും ഒക്കെ കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഒന്ന് വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ നമുക്ക് മറ്റു പല രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് തടയാനും അതിനോട് എക്സ്പ്രസ് ചെയ്യുന്ന ജീൻസിനെ ബ്ലോക്ക് ചെയ്ത് നല്ല അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ജീൻസിനെ മാത്രം എക്സ്പ്രസ് ചെയ്ത് വരാനുള്ളൊരു കഴിവ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഭാവിയിലൊക്കെ മറ്റ് പല രോഗങ്ങളോ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ വരാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ ആ ഒരു പ്രവണത കുറച്ച് നമുക്ക് കുറച്ചുകൂടെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടാനും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ, ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കും. നമ്മൾ നല്ല രീതിയിൽ വ്യായാമമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ വ്യായാമം ചെയ്യുന്ന സമയത്ത് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതലും ആക്ട് ചെയ്യുന്ന രാത്രി സമയത്താണ്, അതായത് നമ്മൾ ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് ഹോർമോൺ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഈ ഹോർമോൺസ് ഫാറ്റിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഫാറ്റിനെ കലോറി ബേൺ ചെയ്ത് കളയാനും അതുവഴി ശരീരഭാരം കുറയ്ക്കാനും അതോടൊപ്പം തന്നെ ബോഡിയുടെ മസിൽ മാസ് കൂട്ടാനും വേണ്ടി സഹായിക്കും. നമ്മുടെ ബോഡിയുടെ മസിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം, നമുക്ക് ഒരുപാട് എനർജി അവിടെ നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ അതുവഴി ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ശരീരം ഒരു എനർജറ്റിക് ആയിട്ടിരിക്കണമെങ്കിൽ, നമ്മുടെ ജോയിൻസിന് മൂവ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ശരീരം മൊത്തത്തിൽ കറക്റ്റായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു ശരീരത്തിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ പോലും മസിൽസ് ആണ് വേണ്ടത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മസിൽ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം ഹെൽത്തി ആയിട്ടിരിക്കും. മൂന്നാമതായിട്ട് കോശങ്ങളെ റിപ്പയർ ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ ഓരോ ദിവസവും ഒരുപാട് കോശങ്ങൾക്ക് ഡീജനറേഷൻ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണമൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണമൊക്കെ നേരത്തെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന ഈ ഒരു പീരീഡിലാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലും റിപ്പയർ നടക്കുക, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റിനെയൊക്കെ പുറത്തേക്ക് പുറന്തള്ളാനും അല്ലെങ്കിൽ ഒരു റീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, പുതിയ കോശങ്ങളൊക്കെ അവിടെ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായ മുറിവുകളോ നമുക്ക് ഉണ്ടായ രോഗങ്ങളെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു പീരീഡ് എന്ന് പറയുന്നത് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. നാലാമതായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺസ് ഒക്കെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ PCOD പോലെയുള്ള ഒരു കേസ് എടുക്കുമ്പോൾ, ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഈ ഒരു ടൈമിലേക്ക് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരും. നിങ്ങൾ ഈ ഒരു ടൈമിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ ഹോർമോൺസ് ഒക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കും. അതുവഴി നമുക്ക് PCOD-നെ ഓവർകം ചെയ്യാം. അപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഓവർകം ചെയ്ത് അതുവഴി ഉണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് തടയാൻ പറ്റും.
ഇനി അഞ്ചാമതായിട്ട് പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ ഭക്ഷണമൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് നേരത്തെ നമ്മൾ ഡിന്നറൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ ഹോർമോൺ ലെവൽ കുറയും. നോർമലി നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഹോർമോൺ ലെവൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ട് അതിൻ്റെ പീക്ക് ലെവൽ എന്ന് പറയുന്ന ഉച്ചയ്ക്കാണ്, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറയും. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഇൻസുലിൻ്റെ ലെവൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നേരത്തെ ആകുന്ന സമയത്ത് നമ്മുടെ കഴിച്ച ഭക്ഷണത്തിനൊക്കെ ദഹിച്ച് ഇൻസുലിൻ ഒരു റെസ്റ്റിംഗ് പീരീഡിലോട്ട് പോകാം. അപ്പോൾ ഇൻസുലിൻ്റെ ലെവൽ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാം. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പ്രമേഹ രോഗ സാധ്യതകൾ കുറയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം അമിതമായിട്ട് പിന്നീട് രാത്രിയൊക്കെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസോ അല്ലെങ്കിൽ വന്ന ആൾക്കാർക്ക് അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളൊരു ഫാസ്റ്റിംഗ് ടൈമിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇനി ആറാമതായിട്ട് നമുക്ക് കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം. കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രൈഗ്ലിസറൈഡ് ലെവൽ കുറയും, HDL ലെവൽ അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടാനും LDLൻ്റെ ലെവൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. അമിതമായിട്ട് കൊഴുപ്പടിയുന്നത് തടയാൻ പറ്റും. കാരണം നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടൈം ഫാസ്റ്റ് ചെയ്തിരിക്കുക, ഒരു 16 മണിക്കൂർ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജ്ജം ഈ അടിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിൽ നിന്ന് എടുക്കും. അപ്പോൾ ഈ കൊഴുപ്പിൽ നിന്ന് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫാറ്റിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ട് വരും. ഫാറ്റിൻ്റെ ലെവൽ കുറയുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഒബ്വിയസ്ലി കുറയും. അപ്പോൾ അങ്ങനെ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഏഴാമതായിട്ട് നമ്മൾ മിക്ക ആൾക്കാരും ഇന്ന് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനാണ്. അപ്പോൾ ഞാൻ തൊട്ട് മുൻപേ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ഈ ഒരു കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കുന്നതിൻ്റെ പോലെ തന്നെ ശരീരഭാരവും അവിടെ കുറയുന്നുണ്ട്. കാരണം അമിതമായി കിടക്കുന്ന കൊഴുപ്പിനെ അവിടെ എടുത്ത് ഡൈജസ്റ്റ് ചെയ്യുന്നു, കുടവയറ് കുറയുന്നു. നമുക്ക് ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നുണ്ട്. അതുവഴി നമുക്കൊരു പരിധിവരെ ശരീരഭാരം നിയന്ത്രിച്ച് നമ്മുടെ BMIക്ക് കറക്റ്റായിട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എട്ടാമതായിട്ട് നമ്മുടെ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ ഓവർകം ചെയ്യാനും കോശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റിനെ റിമൂവ് ചെയ്യാനും സഹായിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ കാരണങ്ങൾ, മലിനീകരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പൊല്യൂട്ടൻസോ പോയിസണോ കൊണ്ട് നമ്മുടെ കോശങ്ങൾക്ക് എപ്പോഴും ഒരു സ്ട്രെസ് ഉണ്ടാവും, ഈ ഫ്രീ റാഡിക്കൽ മൂലം. അപ്പോൾ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ചുകൊണ്ട് വരാനും അതുവഴി നമുക്കൊരു പരിധി വരെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും അതുമൂലം ഉണ്ടാകുന്ന പലവിധമായിട്ടുള്ള രോഗങ്ങളെ ഓവർകം ചെയ്യാനും സഹായിക്കും. ഒമ്പതാമതായിട്ട് നമ്മുടെ ബോഡിയുടെ റിപ്പയറിനെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ബോഡിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു റെസ്റ്റിംഗ് പീരീഡ് കിട്ടില്ല. ഇപ്പം നമ്മൾ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ 8 മണിക്കോ 10 മണിക്കാണ് നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഭക്ഷണം ദഹിക്കാൻ വീണ്ടും ഒരു 3-4 മണിക്കൂർ എടുക്കും. അപ്പം നമ്മുടെ ആ ഒരു ദഹനം, 8 മണിക്ക് നിങ്ങൾ ഫുഡ് കഴിച്ചെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് ദഹിക്കണമെങ്കിൽ ഒരു 11 മണിയൊക്കെ ആവും. നമ്മൾ അതിൻ്റെ മുൻപേ കിടക്കാൻ പോകും. അപ്പോൾ അവിടെ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണും ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺസും ഒക്കെ കൂടി മിക്സപ്പ് ആയിട്ട് കറക്റ്റായിട്ട് ഭക്ഷണം ദഹിക്കില്ല, കറക്റ്റായിട്ട് ഉറങ്ങാൻ സഹായിക്കില്ല, അല്ലെങ്കിൽ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും. നമ്മൾ നേരത്തെ ഡിന്നർ ചെയ്തിട്ട് ഒരു ഫാസ്റ്റിംഗ് പീരീഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു റെസ്റ്റിംഗ് പീരീഡ് കിട്ടും. നമ്മുടെ ആമാശയൊക്കെ നേരത്തെ ജോലിയൊക്കെ തീർന്ന് അതൊന്ന് റിപ്പയർ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മളെ ഓരോ മെഷീൻസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് സർവീസിനെങ്കിലും കൊണ്ടുപോകുന്നുണ്ട്. ഇതുപോലെ ഒരു സർവീസാണ് നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നത്. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് റിപ്പയർ ചെയ്യുന്നത് നടക്കാൻ പറ്റും. ഇനി ഒൻപതാമതായിട്ട് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം, നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന നീർക്കെട്ടുകൾക്ക് അല്ലെങ്കിൽ തലച്ചോറിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്, അതുമൂലം ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മറവി പോലെയുള്ള രോഗങ്ങൾ, കൂടുതലായിട്ട് അൾസൈമേഴ്സ് ഡിസീസൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ കൂടാനുള്ളൊരു കാരണം നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻസിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാനും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള മറവി പോലെയുള്ള രോഗങ്ങൾ ഒരു പരിധിവരെ തടയാനും നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കും. 11ാമത്തെ പോയിന്റ്, നമുക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ പറ്റും. ഇപ്പോൾ ക്യാൻസർ തടയാനും അതുപോലെ തന്നെ ഇപ്പോൾ ക്യാൻസറിൻ്റെ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷനൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെതായ സൈഡ് ഇഫക്റ്റ് അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും ഒരു പരിധിവരെ കുറയ്ക്കാനും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. 12ാമത്തെ പോയിന്റ്, നമ്മൾ ജീവിക്കുന്ന ആ ഒരു കാലയളവ് നമ്മൾ ഹെൽത്തി ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് നല്ല സന്തോഷത്തോടെയും എനർജറ്റിക് ആയിട്ട് ജീവിക്കാനും ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും ഈ ഒരു 12 ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും. പിന്നെ മറ്റു ഡയറ്റുകളോ അല്ലെങ്കിൽ മറ്റ് പല ഈസി ടിപ്സൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി മറ്റ് പല ഡയറ്റ് മെക്കാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് 1-2 മാസം കഴിയുമ്പോൾ നമുക്ക് അതങ്ങ് മടുക്കും. അല്ലെങ്കിൽ നമ്മളിപ്പം കൂടുതൽ പ്രോട്ടീൻ ഇൻടേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഫാറ്റ് ഇൻടേക്ക് മാത്രമാകുമ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എപ്പോഴും നമുക്ക് സ്റ്റഡി ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.